ബേബി ഗിഫ്റ്റ് സെറ്റ് പാക്ക് ചെയ്യുന്ന ബോക്സ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഗിഫ്റ്റ് സെറ്റ് ആയാലും ഇപ്പോൾ ഒരു ഡ്രസ്സ് വീട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ അത് ഒരു ബോക്സിൽ വെച്ച് നല്ല രീതിയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ ബോക്സായിട്ട് എവിടെ നിന്നും കിട്ടുകയില്ല. പ്രിൻറ്റിങ് പ്രസ് ബോക്സ് പ്രിൻറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ബൾക്കായിട്ട് മാത്രമേ പ്രിൻറ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ അതേ ബോക്സ് വീട്ടിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതിന് ഒരു ഡ്യൂപ്ലെക്സ് ബോർഡ് വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് രണ്ട് ടോപ്പും ബോട്ടവും കിട്ടും. അപ്പോൾ ഒരു ബോക്സ് ഒരു ഡ്യൂപ്ലെക്സ് ബോർഡിൽ നിന്ന് കിട്ടുന്നതാണ്. അതിൻ്റെ മെഷർമെൻറ്റ് കാണിച്ചു തരാം. ഏതളവിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനൊരു ചെറിയൊരു ബോക്സിൻ്റെ അളവിൽ എടുത്തിട്ടുണ്ട്. അത് 19 ഇഞ്ച് ലെങ്ത്തും 19.5 ഇഞ്ച് ലെങ്ത്തും 15 ഇഞ്ചസ് വിഡ്ത്തുമാണ്. ഇത് ടോപ്പിന് ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. 15 ഇഞ്ചസ് വിഡ്ത്തും 19.5 ഇഞ്ച് ലെങ്ത്തും ആണ് എടുത്തിട്ടുള്ളത്. ബോട്ടം ഒരു 1/4 ഇഞ്ച് രണ്ട് ഭാഗത്തുനിന്നും കുറച്ചിട്ടുണ്ട്. ഇത് 19.25 ഇഞ്ച് ലെങ്ത്തും 14.75 ഇഞ്ച് വിഡ്ത്തുമാണ് ഇത്. അപ്പം ലെങ്ത്തുനിന്നും വിഡ്ത്തുനിന്നും 1/4 ഇഞ്ച് കുറച്ചിട്ടുണ്ട്. ഇത് ബോട്ടം. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നാല് സൈഡിൽ നിന്നും 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ചുറ്റും ഇതേപോലെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇനി 1.5 ഇഞ്ച്, ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിൻ്റെ മുകളിലേക്കും വീണ്ടും 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നുവെച്ചാൽ 1.5 ഇഞ്ച് തിക്നെസ്സുള്ള ഹൈറ്റുള്ള ബോക്സാണ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് 2 ഇഞ്ചോ എങ്ങനെയെങ്കിലും, ഞാനിപ്പം 1.5 ഇഞ്ച് ഹൈറ്റുള്ള ബോക്സാണ് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അത് ഇതേപോലെ തന്നെ ചുറ്റും ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഡ്രോ ചെയ്ത് വെക്കുക. ഞാൻ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഫസ്റ്റ് ഒരു 1/2 ഇഞ്ച് ഇവിടെ ഡ്രോ ചെയ്യുക. സൈഡ് 1/2 ഇഞ്ച് ഡ്രോ ചെയ്ത് ഇത് 1.5 ഇഞ്ച്, ഈ രണ്ടാമത്തെ ലൈനും 1.5 ഇഞ്ച്. ഇതിങ്ങനെ ചുറ്റും ചെയ്ത് വെക്കുക. ഇനി ചെയ്യേണ്ടത് ഫസ്റ്റ് 1/2 ഇഞ്ച് ആ ഗ്ലേസിംഗ് ഉള്ള നല്ല ഭാഗത്തുനിന്ന്
ഇതേപോലെ ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ല എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള ഇതിനെ കൊണ്ട് അമർത്തി വരയ്ക്കുക. ഇതേപോലെ ഇത് കണ്ടോ. ഇതേപോലെ ചെയ്യുക. ഇത് എഡ്ജ് നല്ല ഭാഗത്തുനിന്നും ബാക്കി എല്ലാം അടിഭാഗത്തുനിന്നും ചെയ്യുക. ഇതേപോലെ ഇതേപോലെ ചുറ്റും ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് വരഞ്ഞിട്ട് ഇതേപോലെ ചെയ്യുക. കാണും, ഇതേപോലെയാണ് ഡ്രോ ചെയ്യേണ്ടത്. ഇവിടെ 1/2 ഇഞ്ച്, ഇത് 1 1/2, ഇത് 1 1/2. 4 ഭാഗത്തും ഇതേപോലെ ചെയ്ത് ഷാർപ്പായിട്ടുള്ള ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പ് ഇതിനെ കൊണ്ട് ആ വരയുടെ മേലോട്ട് ഇതേപോലെ വരാൻ വേണ്ടി ഷാർപ്പായിട്ട് വരയ്ക്കുക. ആദ്യം വേണ്ടത് ഇത് ഇങ്ങോട്ടേക്ക് 1/2 ഇഞ്ച് എടുത്തത് ഗ്ലേസിംഗ് ഉള്ള ഭാഗത്തേക്ക് ചെയ്യുക. ബാക്കിയുള്ളത് ഇതേപോലെ എല്ലാം ചെയ്ത് വെക്കും. ഇനി വേണ്ടത് ഈ ഭാഗം ഇതുവരെ ഈ വിത്തിൻ്റെ ഭാഗം ഇനി ഇത് കട്ട് ചെയ്ത് കളയാം.
ചെറുങ്ങനെ ഒരു ഷേപ്പാക്കുക ഇത്. ഇത് രണ്ടും ഇങ്ങോട്ടേക്ക് വെക്കുക. ഇതേപോലെ തന്നെ ഇത്. ബോട്ടം ബോട്ടം റെഡി ആയിട്ടുണ്ട്. ഇനി ടോപ്പ് ഇതേപോലെ ചെയ്യാം. ടോപ്പ് ഇതേപോലെ തന്നെ എല്ലാം സ്ക്രൂ ഡ്രൈവർ കൊണ്ട് വരഞ്ഞ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ടോപ്പിന് ഒരു ഫാൻസി പേപ്പർ ഗമ്മിട്ടിട്ട് പറ്റിക്കണം. അപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ഡാർക്ക് പിങ്കാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഞാൻ ഇവിടെ ഒട്ടിച്ച് കാണിച്ചു തരാം. അതിൻ്റെ ശേഷം ഇത് കട്ട് ചെയ്യാം. എല്ലാ എഡ്ജിലും ഗമ്മാക്കിയിട്ട് ഇതേപോലെ ഒട്ടിക്കുക. അത് ഒട്ടാത്ത സ്ഥലത്ത് ഇനി ഇത് അധികം വരുന്നത് കട്ട് ചെയ്ത് കളയാം. ഇത് റെഡി ആയിട്ടുണ്ട് എല്ലാം ഫെവിക്കോളിലോട്ട്. ഇനി ഇത് നേരത്തെ ബോട്ടം ചെയ്തതുപോലെ ഇത് രണ്ടും ഈ രണ്ട് സൈഡും ഇങ്ങോട്ട് വെച്ച് ഇതിനെ കവർ ചെയ്ത് ഇത് താഴത്തേക്ക് പോകും. ഇതിവിടെ ലോക്ക് ചെയ്യാം. ഇതിങ്ങോട്ട് മുമ്പോട്ടാക്കി ഇത് ലോക്ക് ചെയ്യാം. ടോപ്പ് റെഡിയായി. ഇനി ബോട്ടത്തിന് നിങ്ങൾ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു ഷോപ്പിലും പോയി ഞാൻ കണ്ടിട്ടുണ്ട്, ചില ആൾക്കാർ ഗൾഫിൽ നിന്ന് ഡ്രസ്സ് കൊണ്ടുവന്ന് ഓരോ റീറ്റെയിൽ ഷോപ്പിൽ പോയിട്ട് ചോദിക്കുന്നു ഒരു ബോക്സ് തരുമോ എന്ന്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ചെയ്യാം. ഇത് 1.5 ഇഞ്ച് തിക്നെസ്സാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് 2 ഇഞ്ചസ് വേണമെങ്കിൽ അതിന് കണക്കായിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റിൽ വ്യത്യാസം പെടുത്തിയാൽ മതി. ഈ 1/2 ഇഞ്ച് ഏത് സൈസിനും 1/2 ഇഞ്ചായിരിക്കും. അതേപോലെ ടോപ്പും ബോട്ടവും തമ്മിൽ 1/4 ഇഞ്ചിൻ്റെ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. രണ്ട് സൈഡും 1/4 ഇഞ്ചിൻ്റെ വ്യത്യാസം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. ഇനി അടുത്ത നെക്സ്റ്റ് വീക്ക് ഞാൻ ഇതിൽ എങ്ങനെയാണ് ഗിഫ്റ്റ് സെറ്റ് പാക്ക് ചെയ്യാമെന്നത് കാണിച്ചു തരാം. താങ്ക് യു ഫോർ വാച്ചിങ്.